സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. രോഗീലേപനം നൽകാൻ വൈദികർക്ക് ആശുപത്രികളിൽ വിലക്ക്. പുതിയ നിയന്ത്രണവുമായി നിക്കാരാഗ്വെ. മതകൽപ്പ. നിക്കാരാഗ്വെ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും സ്വേച്ഛാധിപത്യ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കു നേരെയുള്ള വേട്ടയാടൽ തുടരുന്നു. നിലവിൽ നിക്കാരാഗ്വയിലെ ആശുപത്രികളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വൈദികരെ തടയുകയാണെന്ന് നിക്കാരാഗ്വെ ഒരു പീഡിപ്പിക്കപ്പെട്ട സഭ എന്ന റിപ്പോർട്ടിന്റെ രചയിതാവും അഭിഭാഷകനുമായ മാർത്ത പട്രീഷ്യ വെളിപ്പെടുത്തി. വിവിധ രൂപതകളിൽ നിന്നുള്ള ഏകദേശം 10ഓളം വൈദികർ ഇക്കാര്യം വെളിപ്പെടുത്തിയതായി മാർത്ത പറയുന്നു. കത്തോലിക്ക മാധ്യമമായ EWN ന്യൂസിന്റെ സ്പാനിഷ് പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. കത്തോലിക്ക വൈദികർക്ക് ആശുപത്രികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ രോഗീലേപനം, വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകൾ സ്വീകരിക്കാൻ രോഗികൾ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഈ വർഷത്തിനു മുൻപ് വൈദികർക്ക് ആശുപത്രികളിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യാതൊരു വിശദീകരണവുമില്ലാതെ സുരക്ഷാ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. വൈദികർ വൈദിക വേഷത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ പീഡനം കൂടുതൽ രൂക്ഷമാകുകയാണെന്നും അതിനാൽ പല വൈദികരും സാധാരണ വസ്ത്രം ധരിച്ച് ആശുപത്രികളിൽ പ്രവേശിക്കുകയാണെന്നും മാർത്ത പട്രീഷ്യ വെളിപ്പെടുത്തി. ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന സഭാ നിലപാടാണ് കത്തോലിക്ക സഭയെ ഒർട്ടേഗയുടെ ശത്രുവായി മാറ്റിയത്. ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന സഭയുടെ പ്രസ്താവനകളും ഐക്യദാർഢ്യ സമ്മേളനങ്ങളും ഭരണകൂടത്തെ ചൊടിപ്പിക്കുകയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കാരാഗ്വയിൽ ബഹുഭൂരിപക്ഷവും കത്തോലിക്ക വിശ്വാസികളാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.